السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. ولو أنهم رضوا ما آتاهم الله ورسوله وقالوا حسبنا الله سيؤتينا الله من فضله ورسوله إنا إلى الله راغبون. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹു കാണിച്ചു തന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോരോ സന്ദർഭങ്ങളിലും പാലിക്കണമെന്നും അള്ളാഹു നിരോധിച്ചിട്ടുള്ള ഹറാമായ കാര്യങ്ങളിൽ നിന്ന് പാടെ അകന്നു നിൽക്കണമെന്നും ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മനുഷ്യൻ ഭൗതികമായി ഒരുപാട് പുരോഗതി നേടിയിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് ആധുനിക സൗകര്യങ്ങൾ, നമ്മുടെ മുമ്പുള്ളവർ അനുഭവിക്കാത്ത സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യരിൽ അധിക പേരും അസ്വസ്ഥരും അസംതൃപ്തരുമാണ്. അവന് ലഭിച്ച സമ്പത്തിൽ അവൻ സംതൃപ്തനല്ല, കൂടുതൽ ലഭിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അവന് ലഭിച്ച ജോലിയിൽ പൂർണ്ണമായി അവൻ തൃപ്തനല്ല. അതുപോലെ അവനുണ്ടാക്കിയ വീടിൻ്റെ കാര്യത്തിൽ അവന് സംതൃപ്തിയില്ല, ഇനിയും സൗകര്യങ്ങൾ കൂട്ടണം എന്നുള്ള ചിന്തയിലാണ്. അതുപോലെ ഏതൊരു വിഷയമാണെങ്കിലും ശരി, പൂർണ്ണമായ സംതൃപ്തനല്ല അവൻ ആ വിഷയത്തിൽ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരം ചിന്തകളും അതിനുവേണ്ടി കാശ് സംഘടിപ്പിക്കലും ഒക്കെയാണ് മനുഷ്യൻ്റെ അസ്വസ്ഥതയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം. ഇത്തരം ആളുകൾക്ക് എത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അതിലൊന്നും അവർക്ക് സംതൃപ്തി കണ്ടെത്താൻ സാധിക്കില്ല. കിട്ടിയതൊന്നും അവർക്ക് മതിയല്ല, പിന്നെയും കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് അവർക്കുള്ളത്. അറബിയിൽ അവർക്ക് പറയുക തമ്മാൾ എന്നാണ്, അത്യാഗ്രഹി, ദുരാഗ്രഹി എന്നാണ്. തമഴ് എന്നാണ് ദുരാഗ്രഹത്തിൻ്റെ അറബി പറയാം. തമഴിൻ്റെ നിർവചനം പണ്ഡിതന്മാർ നിർവചിച്ചിട്ടുണ്ട്. അത്തമാവു അദമുർ റിളാ ബി ഖിസ്മത്തില്ലാഹി തആല, അള്ളാഹു അവന് വിധിച്ച് നൽകിയ അനുഗ്രഹങ്ങളിൽ സംതൃപ്തനാവാതിരിക്കുക. വറഗ്ബത്തു ഫിൽ ഹുസൂൽ അലാ മാ ഫീ യദിൽ ആഖരീൻ, മറ്റുള്ളവരുടെ കൈകളിൽ അത് ലഭിക്കണം എന്നുള്ള ആഗ്രഹവും ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളുകളാണ് ഈ ദുരാഗ്രഹം, അത്യാഗ്രഹം ഒക്കെ ഉള്ള ആളുകൾ. ഇത്തരം ആളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ 74-ാം അധ്യായം സൂറത്ത് മുദ്ദസിറിലെ
11 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, അള്ളാഹു അനുഗ്രഹം നൽകിയിട്ട് ആ അനുഗ്രഹങ്ങളിൽ സംതൃപ്തനാവാതെ ദുരാഗ്രഹം കാണിക്കുന്ന ആളുകളെക്കുറിച്ച്. ദർനീ വമൻ ഖലഖ്തു വഹീദാ വജഅൽതു ലഹു മാലം മംദൂദാ വബനീന ശുഹൂദാ വമഹ്ഹദ്തു ലഹു തംഹീദാ ثم يطمع أن نزيد. ദർനി, എനിക്ക് വിട്ടുതരിക, ഒമൻ ഖലഖ്തു വഹീദ, ഞാൻ ഏകനായി സൃഷ്ടിച്ച, ഏകനായി ഭൂമുഖത്തിലേക്ക് ജനിച്ചു വീണ മനുഷ്യൻ, അവൻ അഹങ്കാരിയാകുമ്പോൾ, അവൻ ദുരാഗ്രഹിയാകുമ്പോൾ അവൻ്റെ കാര്യം എനിക്ക് വിട്ടേക്കുക, ഞാൻ നോക്കിക്കൊള്ളാം. വജഅൽതു ലഹു മാലം മംദൂദ, സമൃദ്ധമായ ധനം അവന് നൽകി, ഒരുപാട് സമ്പത്ത് അവന് നാം നൽകി. വബനീന ശുഹൂദ, എവിടെയും സന്നിദ്ധരാകുന്ന, എന്തിനും സന്നദ്ധരായ മക്കളെയും അവന് നാം നൽകി. വമഹ്ഹദ്തു ലഹു തംഹീദ, അവന് എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും നാം സൗകര്യപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടും സുമ്മയത്മഉ അൻ നസീദ്, പിന്നെയും അവന് ആഗ്രഹമാണ്, മോഹങ്ങളാണ്. അൻ നസീദ, വീണ്ടും ഞാൻ അവന് വർദ്ധിപ്പിച്ചു കൊടുക്കണം, ഇനിയും കൊടുക്കണം. കിട്ടിയതൊന്നും അവന് പോരാ, അവന് മതിയല്ല, ഇനിയും അവന് അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്ന ദുരാഗ്രഹമുള്ള ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അന്ത്യപ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാണവർ? ലൗ കാന ലി ബിനി ആദം വാദിയാനി മിൻ മാൽ ലബ്തഗാ വാദിയൻ സാലിസാ വലാ യംലഉ നഫ്സഹു ഇല്ല തുറാബ്. ചില മനുഷ്യർക്ക് വാദിയാനി മിൻ മാൽ, 2 താഴ്വര നിറയെ സമ്പത്ത് ഉണ്ട്. 2 താഴ്വര നിറയുള്ള സമ്പത്തുകൾ, കാര്യസമ്പത്തും മറ്റുള്ള സമ്പത്തുകളൊക്കെ ഉണ്ടായാലും അവൻ ആഗ്രഹിക്കുക എന്താണ്? മൂന്നാമതൊന്നുകൂടി കിട്ടണം എന്നാണ്. വലാ യംലഉ നഫ്സഹു ഇല്ല തുറാബ്, അവൻ്റെ മനസ്സിന് സംതൃപ്തി എപ്പോഴാണ് ഉണ്ടാകുക? മരണം വരെ. മണ്ണിൽ കൊണ്ടുപോയി വെച്ചാലേ അവൻ്റെ ആഗ്രഹങ്ങൾ തീരും. അതുവരെ ആഗ്രഹങ്ങളാണ്, അല്ലേ? മരിക്കുവോളം അവൻ ആഗ്രഹങ്ങളാണ്. മരണം മാറി നിൽക്കണം എന്നാണ് അവൻ ചിന്തിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളിൽ നിന്ന് ഈ ദുരാഗ്രഹം ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയുണ്ടായി. ഹക്കീം ഇബ്നു ഇസാം എന്ന സഹാബിയുടെ ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ദരിദ്രനാണ്, പാവപ്പെട്ട ആളാണ്, ബൈത്തുൽമാലിൽ നിന്ന് സമ്പത്ത് ലഭിക്കാൻ അർഹനായ ആളാണ്. പ്രവാചകൻ്റെ അടുക്കൽ വന്ന് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, വലിയ ദുരിതത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്, എനിക്ക് ബൈത്തുൽമാലിൽ നിന്ന് വല്ലതും തരണം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിന് ബൈത്തുൽമാലിൽ നിന്ന് തുക അനുവദിച്ചു കൊടുത്തു. പിന്നീട് വീണ്ടും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ആ തുക പര്യാപ്തമല്ല, എനിക്ക് വീണ്ടും കുറച്ചുകൂടി ധനം നൽകണം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ വീണ്ടും കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇന്നൽ മാല ഖളിറത്തുൻ ഹുൽവ വമൻ അഖദഹു ബിസഖാവതി നഫ്സിൻ ബൂരിക ഫീ വമൻ അഖദഹു ബിഇശ്റാഫി നഫ്സിൻ ലം യുബാരിക് ഫീഹ്. ഹക്കീം, ഈ ധനം എന്ന് പറഞ്ഞത് അത് ഖളിറത്തുൻ ഹുൽവത്തുൻ, വളരെ മധുരമുള്ളതും വളരെ ഹരിതാപമാർന്നതും ആയ ഒരു വസ്തുവാണ്. ആ ധനം ഒരാൾ ആർത്തിയില്ലാതെ ഔദാര്യ മനസ്സോടെയാണ് ആ ധനം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആ ധനത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകും. എന്നാൽ ആ ധനം ഒരാൾ വളരെ പിശുക്ക രൂപത്തിൽ പൊങ്ങച്ചം കാണിക്കാൻ, ആളുകളുടെ ഇടയിൽ മേന്മ കാണിക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ അള്ളാഹു ബർക്കത്ത് നൽകില്ല. ഏതുപോലെ ഒരുത്തൻ ഒരുപാട് ആഹാരം കഴിക്കുന്നു, പക്ഷേ എന്തില്ല, അതിൽ അവൻ്റെ വയറ് നിറയുന്നില്ല. ഇതൊരു സുപ്രധാനമായൊരു കാര്യം പ്രവാചകൻ ഹക്കീം ഇബ്നു ഇസാമിനെ പഠിപ്പിക്കുകയാണ്. അൽ യദുൽ ഉൽയാ ഖൈറും മിൻ യദിസ് സുഫ്ലാ, ഉയർന്ന കൈയാണ്, ഉന്നതമായ കൈയാണ് താഴ്ന്ന കൈയിനേക്കാൾ നല്ലത്. ഉന്നതമായ കൈ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈ, വല്ലതും കൊടുക്കുന്ന കൈ. വാങ്ങുന്ന കൈ എപ്പോഴും താഴ്ന്നിട്ടായിരിക്കും. താഴ്ന്ന കൈയിനേക്കാൾ ഉത്തമം കൊടുക്കുന്ന കൈയാണ്. അപ്പോൾ നീ എന്തെങ്കിലും നിന്നിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് വേണ്ടത്. ആളുകളിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടണമെന്ന് നീ ഒരിക്കലും ആഗ്രഹിക്കരുത്. ഹക്കീം നിസാം പറയാണ്, പ്രവാചകനോട് ഞാൻ പറഞ്ഞു, പ്രവാചകരെ, ഇനി ഒരിക്കലും മരിക്കുന്നത് വരെ ഒരാളോടും ഒരു കാര്യവും ഞാൻ ആവശ്യപ്പെടുകയില്ല.
ഒരാളിൽ നിന്ന് ഒരു ഔദാര്യം ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് അദ്ദേഹം അവിടെ ശപഥം ചെയ്തു. പിന്നീട് അത് അബൂബക്കറുള്ളാവിൻ്റെ ഉമറുള്ളാവിൻ്റെ കാലത്തൊക്കെ ജീവിച്ചപ്പോൾ ബൈത്തുൽമാൽ ഒരുപാട് സമ്പത്ത് വന്ന് അദ്ദേഹത്തിന് കൊടുത്തപ്പോഴൊന്നും അദ്ദേഹം അത് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പ്രവാചകൻ തൻ്റെ സഹാബിയുടെ മനസ്സിൽ നിന്ന് അത്യാഗ്രഹവും അതിമോഹവും ഇല്ലാതാക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ ഇങ്ങനെ മലീമസമാക്കുന്ന ഈ അത്യാഗ്രഹം ഇല്ലാതാക്കാനുള്ള ഒരു സ്വഭാവ വിശേഷണം പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതാണ് ഖനാഅത്ത്. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ സംതൃപ്തിപ്പെട്ട്, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് അത്യാഗവും അതിമോഹവും ഇല്ലാതെ ജീവിക്കാണ്. പണ്ഡിതന്മാർ അതിന് നിർവചനം പറഞ്ഞിട്ടുണ്ട്. അൽ ഖനാഅത്തു ഹിയ റിളാ ബിൽ മൗജൂദ് വതർക്കുൽ ഹുസ്ൻ അൽ മഫ്ഖൂദ്. എന്താണോ നമുക്ക് അല്ലാഹ് നൽകിയത് അതിൽ സംതൃപ്തി കണ്ടെത്തുക, അതിൽ സന്തോഷം കണ്ടെത്തുക. വതർക്കുൽ ഹുസ്ൻ അൽ മഫ്ഖൂദ്, നമുക്ക് നഷ്ടപ്പെട്ട് നമുക്ക് കിട്ടാതെ മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരിക്കലും ദുഃഖമോ അല്ലെങ്കിൽ അസൂയയോ ഒന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഖനാഅത്ത് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 59-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വലൗ അന്നഹും റളൂ മാ ആതാഹുമുല്ലാഹു വറസൂലുഹു വഖാലൂ ഹസ്ബുനല്ലാഹ് സയുഅ്തീനല്ലാഹു മിൻ ഫളിഹി വറസൂലുഹു ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ. വലൗ അന്നഹും റളൂ മാ ആതാഹുമുല്ലാഹ്, അല്ലാഹു അവർക്ക് നൽകിയ ഭൗതിക സുഖസൗകര്യങ്ങളിൽ സംതൃപ്തരായി അവർ ജീവിച്ചിരുന്നുവെങ്കിൽ, വറസൂലുഹു പ്രവാചകൻ അവർക്ക് നൽകിയതിലും സംതൃപ്തരായി അവർ ജീവിച്ചിരുന്നുവെങ്കിൽ, വഖാലു എന്നിട്ട് അവർ ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഹസ്ബുനല്ലാഹ് സയുഅ്തീനല്ലാഹു മിൻ ഫളിഹി, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾക്ക് എന്താണ് അല്ലാഹു നൽകിയത്, അവൻ്റെ പ്രവാചകൻ അനുവദിച്ചു തന്നത് അത് മതി. പിന്നീട് അല്ലാഹു സയുഅ്തീനല്ലാഹു മിൻ ഫളിഹി, പിന്നീട് അല്ലാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്നും ഞങ്ങൾക്ക് പിൻകാലത്ത് കാലം കഴിയുമ്പോൾ അല്ലാഹു ഞങ്ങൾക്ക് നൽകിയേക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ സംതൃപ്തരാണ്, ഞങ്ങൾ തൃപ്തിപ്പെടുകയാണ്. എന്നാ ഇലല്ലാഹി റാഗിബൂൻ, ഞങ്ങൾ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എന്നുള്ള ഒരു മനസ്ഥിതി വിശ്വാസികൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് എത്ര നന്നായിരുന്നു എന്നാണ് ആയത്തിൽ പറയുന്നത്. സൂറത്ത് നഹലിലെ 97-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബഹ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ ഭൗതിക ലോകത്ത് വെച്ച് വിശ്വാസിയായും കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ഓരോ പുരുഷനും ഓരോ സ്ത്രീക്കും വലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, ഭൗതിക ലോകത്ത് വെച്ച് നല്ലതായ സുഖകരമായ ഒരു ജീവിതം അവർക്ക് നാം പ്രദാനം ചെയ്യുന്നതാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, പരലോകത്ത് വെച്ച് അവർ പ്രവർത്തിച്ചതിനേക്കാൾ ഉത്തമമായ പ്രതിഫലം അഥവാ സ്വർഗം അവർക്ക് നൽകുന്നതാണ്. ഇവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നത് ഭൗതിക ലോകത്ത് വെച്ച് നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല കോടീശ്വരനായി ജീവിക്കാനല്ല. അവർ പറഞ്ഞത് വൽ അന്നഹു ഫസ്സറുൽ ഹയാത്ത ത്വയ്യിബ ബിൽ ഖനാ, സംതൃപ്തമായ സന്തോഷത്തോടുകൂടിയുള്ള ഒരു ജീവിതം ഭൗതിക ലോകത്ത് അവന് ജീവിക്കുവാൻ സാധിക്കും. പ്രശ്നങ്ങളില്ലാതെ പരിവട്ടങ്ങളില്ലാതെ ജീവിക്കുവാൻ അവന് സാധിക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോട് റസൂലുള്ള പറയാണ്, കുൻ വരിയൻ തകുൻ അബ്ദന്നാസ്, നീ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഭക്തിയോടെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഭക്തിയോടെ ജീവിക്കുകയാണെങ്കിൽ ജനങ്ങളിൽ ഏറ്റവും ആരാധന നടത്തുന്ന ആളുടെ പദവി നിനക്ക് ലഭിക്കുമെന്നാണ്. വകുൻ കനിയൻ തകുൻ അഷ്കറന്നാസ്, അള്ളാഹു എന്താണോ നിനക്ക് നൽകിയിട്ടുള്ളത് ഭൗതിക ലോകത്തിൻ്റെ സൗകര്യങ്ങളിൽ വെച്ച് സമ്പത്തിൽ വെച്ച് എന്താണോ നൽകിയിട്ടുള്ളത് ആ സമ്പത്തിൽ നീ സംതൃപ്തനായി സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ തകുൻ അഷ്കറന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ശുക്ർ നൽകുന്ന, ജനങ്ങളിൽ നന്ദി ചെയ്യുന്ന ആളായി നീ മാറും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഇപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാക്കുന്ന അതിവിശിഷ്ടമായൊരു സ്വഭാവമാണ് ഖനാഅത്ത് എന്ന്. ടെൻഷനില്ലാതെ
മനുഷ്യന് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നതാണ് ഈ ഗുണവിശേഷണം. അതിന് കാരണം അവന് മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയ ഒരുപാട് സമ്പത്ത്, അല്ലേ, ഒരുപാട് ബിസിനസ്, കാറ്, വീട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാശ്, ഇതിലൊന്നും അവൻ എന്തില്ല, ആ അനുഗ്രഹങ്ങളിലൊന്നും അവനൊരു അസൂയയുമില്ല, അവനതിൽ ആഗ്രഹവുമില്ല. അവൻ്റെ അത്യാഗ്രഹങ്ങൾക്കെല്ലാം തടയിട്ടുകൊണ്ട് അവൻ്റെ ഇല്ലായ്മയിലും മനസ്സംതൃപ്തിയോടുകൂടി, ഉള്ളതിൽ മനസ്സംതൃപ്തിയോടുകൂടി ഞെരുങ്ങിയാണെങ്കിലും അവൻ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ അവന് മനസ്സിനൊരു സംതൃപ്തി കിട്ടും. നമുക്ക് കാണാം, തെരുവോരങ്ങളിൽ കുടിലുകൾ കെട്ടി താമസിക്കുന്ന ആളുകൾ വളരെ സന്തോഷത്തോടെ സൗഹൃദത്തോടെ ചിരിച്ച് കളിച്ച് ജീവിക്കുന്നത് കാണാം. എന്നാൽ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ മുഖം വീർപ്പിച്ച് പരസ്പരം മുഖം കൊടുക്കാതെ മിണ്ടാതെ ആണ് അസംതൃപ്തരായിട്ടാണ് ജീവിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് താങ്കൾ നല്ല ഉപദേശങ്ങൾ നൽകണം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ബിൽ യഅ്സി മിമാ ഫി ഐദിന്നാസ്. ഏറ്റവും നല്ല ഉപദേശമായിട്ട് പ്രവാചകൻ അദ്ദേഹത്തിന് കൊടുക്കുന്നത് എന്താണ്? നീ ജനങ്ങളുടെ കൈകളിൽ ഉള്ളത് നീ ആഗ്രഹിക്കരുത്. ജനങ്ങളോട് കിട്ടിക്കഴിയണം, ജനങ്ങളോട് ചോദിക്കണം, വല്ലവരും വല്ല ഔദാര്യവും നൽകണം, അത് ആസ്വദിച്ച് അത് അനുഭവിച്ചു കൊണ്ട് ജീവിക്കണം, ജോലിയൊന്നും ചെയ്യാതെ. അങ്ങനെയുള്ള ചിന്ത ഉണ്ടാവരുത് എന്നാണ്, അത് ഉപേക്ഷിക്കണമെന്നാണ്. പ്രമുഖനായ താബഈ പണ്ഡിതൻ ഹസൻ ബസറി പറയുകയാണ്, ലാ തസാലു കരീമൻ അലന്നാസ്. നീ ജനങ്ങളടുക്കൽ മാന്യനായിത്തീരും. വലാ യസാലുന്നാസ് യുക്രിമൂനക. ജനങ്ങൾ നിന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. എപ്പോഴാണത്? മാലം യതഅത്ത മാഫി ഐദീഹിം. അവരുടെ കൈകളിൽ ഉള്ളത് നീ ആഗ്രഹിക്കാത്തിടത്തോളം കാലം എന്നാണ്. വൈദാ ഫഅൽത. അങ്ങനെ നീ അവരെ കിട്ടിക്കഴിയണം, അവരിൽ നിന്ന് വല്ല അനുഗ്രഹങ്ങളോ വല്ല സമ്പത്തോ കിട്ടിക്കഴിയണമെന്ന് നീ ആഗ്രഹിച്ചാൽ ഇസ്തഖഫൂ ബിക. നിന്നെ അവർ നിസ്സാരനായിട്ടാണ് കാണുക. നിനക്ക് അവരുടെ മനസ്സിലുള്ള സ്ഥാനം ഇടിഞ്ഞു പോകും. വക്കരിഹു ഹദീസക്ക. അവർ നിന്നോട് സംസാരിക്കാൻ മുഖം നൽകൂല, അതവർ വെറുക്കും. വബഗലൂക്ക. നിന്നോട് അവർക്ക് ദേഷ്യമായിരിക്കും. കാരണം ഇവന് സംസാരിച്ചാൽ എന്ത് ചെയ്യും? ഇവനെപ്പോഴും കടം ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. അപ്പം അവനോട് മുഖം കൊടുക്കൂല എന്ന് ഹസൻ ബസരി റഹിമഹുല്ലാ പറയുകയാണ്. മഹാനായ ഖുർആൻ വ്യാഖ്യാതാവ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയുന്നു, അൽ ഖനാഅത്തു മാലുൻ ലാ നഫാദ ലഹു. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ മാലിനൊരു ധനമാണ്, ലാ നഫാദ ലഹു, തീർന്നു പോകാത്ത, അസ്തമിച്ചു പോകാത്ത സമ്പത്താണ് ഖനാഅത്ത്. മനസ്സിൽ ഉള്ളതിൽ സംതൃപ്തി കണ്ടു ജീവിക്കുക. കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും മറ്റവനെ ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ള ആ ടെൻഡൻസി, ആ മനോഭാവം, അതെന്താണ്? മാലുല്ലാ നഫാദലഹു, തീർന്നു പോവാത്ത ഒരു സമ്പത്താണ് എന്ന്. പാവപ്പെട്ടവർക്ക് മാത്രമല്ല കനാഅത്ത് ഉണ്ടാവേണ്ടത്, ധനികർക്കും കനാഅത്ത് ഉണ്ടാകുക. ധനികരുടെ കനാഅത്ത് എങ്ങനെയാണ്? അവർ അഹങ്കാരം കാണിക്കാതെ പാവങ്ങളുടെ അവകാശമായ സകാത്ത്, സദഖയൊക്കെ നൽകി അള്ളാഹു നൽകിയ സമ്പത്തിന്, അനുഗ്രഹത്തിന് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിന് വിധേയനായി ജീവിക്കുക എന്നാണ് സമ്പന്നരുടെ ഖനാഅത്ത്. പാവപ്പെട്ടവൻ്റെ ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനിൽ എന്താണോ നൽകിയ സമ്പത്ത് അതിൽ സംതൃപ്തനായി സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം സംതൃപ്തനായി ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഉന്നതിക്കായി ഒന്നും പരിശ്രമിക്കാതെ, കൂടുതൽ എന്തെങ്കിലും ലഭിക്കണമെന്ന് ഒന്നും ട്രൈ ചെയ്യാതെ, പരിശ്രമിക്കാതെ മടിയനായിരിക്കുക എന്നുള്ള അർത്ഥമല്ല. മറിച്ച് ഉള്ളതിൽ സംതൃപ്തനായി ജീവിക്കുന്നതോടൊപ്പം തന്നെ ഉന്നതിക്കായി പരിശ്രമിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഏതായാലും ഈ സ്വഭാവം ഒരാൾക്കുണ്ടായാൽ ഒരുപാട് നല്ല സൽഫലങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടാവും, ഒരുപാട് നല്ല ഗുണങ്ങൾ അതുകൊണ്ടാവും. ഒന്നാമതായി, അതുള്ളവന് വിജയം വരിക്കുവാൻ സാധിക്കുമെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ഖനാഅത്തുള്ളവൻ, ഉള്ളതിൽ സംതൃപ്തിയായി ജീവിക്കുന്നവന് ജീവിതത്തിൽ വിജയം ജനിക്കും. ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിക കഫാഫ. അള്ളാഹുവിന് കീഴ്പ്പെട്ട് അള്ളാഹുവിന് വിധേയനായി മുസ്ലിമായി ജീവിക്കുന്നവനും വറുസിക കഫാഫ, ആവശ്യത്തിനുള്ള ഉപജീവനം ലഭിക്കുകയും അതിൽ സംതൃപ്തനായിരിക്കുകയും അന്നത്തെ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവനെ ആശ്രയിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഒരുത്തനുണ്ടായാൽ അവനാണ് ഈ ലോകത്ത് വിജയിച്ചവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലാഹുമ്മ ഇജ്അൽ റിസ്ഖ ആലി മുഹമ്മദിൻ ഖൂതാ. അല്ലാഹുവേ, മുഹമ്മദിൻ്റെ കുടുംബത്തിൻ്റെ ഉപജീവനം കൂത്ത് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അന്നന്ന് ഉപജീവനം കഴിഞ്ഞു പോകുന്നത്, ഒരുപാട് സമ്പത്ത് സംഭരിച്ചു വെക്കാതെ അന്നന്ന് കഴിഞ്ഞു പോകുന്നത്. എന്നാൽ അന്നുള്ള ഉപജീവനത്തിന് വേണ്ടി മറ്റുള്ളവരോട് ആശ്രയിക്കാതെ കൈനീട്ടാതെ കഴിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള സമ്പത്ത് നൽകണേ എന്നാണ്. ഒരുപാട് സമ്പത്ത് നൽകണേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടില്ലാണ്. അപ്പോൾ ഇത്തരം ആളുകൾക്ക്, ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകും. പിന്നെന്താണ് അവർക്കുണ്ടാകുന്ന പ്രയോജനം? ഇത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കും, മനുഷ്യരുടെ സ്നേഹം ലഭിക്കുമെന്നാണ്. ഇസ്ഹദ് ഫിദ്ദുന്യാ യുഹിബ്ബുക്കല്ലാഹ്. ഭൗതികതയോടുള്ള അത്യാഗ്രഹം ഉപേക്ഷിക്കുക. ഭൗതിക ലോകത്തോടുള്ള അത്യാഗ്രഹം ഉപേക്ഷിച്ചുകൊണ്ട് ആഖിറത്തിന് വേണ്ടി പ്രവർത്തനം ചെയ്യുമ്പോൾ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്അദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുക്കന്നാസ്. ജനങ്ങളുടെ അടുത്തുള്ള സമ്പത്തിലോ അല്ലെങ്കിൽ സൗകര്യങ്ങളിലോ നീ വിരക്തി കാണിക്കുക. അതിൽ അത് മോഹിക്കാതിരുന്നാൽ യുഹിബ്ബുക്കന്നാസ്, ജനങ്ങൾ ഇന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടും, ജനങ്ങളുടെ ഇഷ്ടം കിട്ടും. മാത്രമല്ല ഇത്തരം ആളുകൾക്ക് സംതൃപ്തമായ ഒരു ജീവിതം നയിക്കുവാൻ, ആനന്ദത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും എന്നാണ്. തൂബാ ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാമി വകാന ഐഷുഹു കഫാഫ. ഇസ്ലാമിലേക്ക് മാർഗദർശനം ലഭിക്കുകയും അവൻ്റെ ജീവിതം മതിയാവുന്നത് അഥവാ അന്നന്ന് കഴിഞ്ഞു പോകുന്ന രൂപത്തിൽ ആവുകയും ചെയ്ത ആളുകൾക്ക് മംഗളാശംസകൾ എന്ന് പ്രവാചകൻ്റെ ഹദീസ് കാണാം. അതുപോലെ എങ്ങനെയാണ് ഈ ഒരു സ്വഭാവം നമ്മൾ സ്വായത്തമാക്കി എടുക്കുക, എങ്ങനെയാണ് ഖനാഅത്ത് അല്ലെങ്കിൽ ഉള്ളതിൽ സംതൃപ്തനായി ജീവിക്കുക, അതിനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ ഒന്നാമതായി വേണ്ടത് ഈ ഉപജീവനം എന്നുള്ളത്, സമ്പത്ത് എന്നുള്ളത്, അതിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിൻ്റെ ആകുന്നു. അതിൽ നിന്നും അള്ളാഹു ഓരോരുത്തർക്കും നിശ്ചയിച്ചതും തീരുമാനിച്ചതുമാണ് കിട്ടുക. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. സൂറത്തു സുഖ്റൂഫിൽ 32-ാം വചനത്തിൽ അള്ളാഹു പറയാണ്, നഹ്നു ഖസംനാ ബൈനഹും, നാമാണ് അവരുടെ ഇടയിൽ അവരുടെ മഈശത്ത്, അവരുടെ ജീവിതോപാധി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കേണ്ട സമ്പത്ത് വിഭജിച്ചത് നമ്മളാണ്. അത് വെച്ചു കൊടുത്തത് നമ്മൾ അള്ളാഹുവാണ്. ഇന്നല്ലാഹു റസ്സാഖു ദുൽ ഖവിയ്യിൽ മതീൻ. അള്ളാഹുവാണ് റസ്സാഖ്, ആഹാരം നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ, സമ്പത്ത് നൽകുന്നവൻ. അവനാണ് ശക്തവാന്, അവനാണ് സുഭദ്രമായിട്ടുള്ളവൻ എന്നാണ് സൂറത്ത് ദാരിയാത്തിൽ അള്ളാഹ് പറയുന്നത്. അപ്പോൾ അള്ളാഹുവാണ് നിഅമത്ത് ഓഹരി വെച്ച് തരുന്നത്. നമ്മൾ എത്ര പരിശ്രമിച്ചാലും എത്ര ബിസിനസ് നടത്തിയാലും അള്ളാഹ് ഉദ്ദേശിച്ചാൽ മാത്രമേ അവൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് അള്ളാഹു നമ്മളെ വികലാംഗനാക്കിയില്ല. അള്ളാഹു നമുക്ക് കണ്ണ് തന്നു, കാത് തന്നു, കാല് തന്നു, കരൾ തന്നു. ഇതൊക്കെ അള്ളാഹ് തന്നു അല്ലേ. കണ്ണ് കാണാത്ത, കൈകാലുകളില്ലാത്ത, സംസാരശേഷി ഇല്ലാത്ത, കേൾവിശക്തി ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഈ ഭൗതിക ലോകത്തുണ്ട്. അതിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ താമസിക്കാൻ നമുക്കൊരു വീടുണ്ട് അല്ലേ. പീടികയുടെ ഷട്ടർ കാട്ടാൻ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. നന്ദി ഉറങ്ങുവാൻ വേണ്ടിയിട്ട് പീടികയുടെ ഷട്ടർ താത്തി പീടിക പൂട്ടിപ്പോയിട്ട് വേണം അവർക്ക് അവിടെ കിടക്കാൻ. അതിന് കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അതിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തിയില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഹോട്ടലിൽ നിന്നും ഒഴിവാക്കുന്ന കുപ്പത്തൊട്ടികളിൽ പരതുന്ന ആളുകളുണ്ട്. അതിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല. നമുക്ക് ആഹാരം കഴിക്കാനുള്ള ആഹാരത്തിൻ്റെ വക നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിൽ സംതൃപ്തനായി ജീവിക്കുക. ഒരിക്കലും നമ്മളെയും മറ്റൊരാളെയും താരതമ്യം ചെയ്യരുത്. നമ്മളും അപ്പുറത്തുള്ള പണക്കാരനായ ഒരാളെയും താരതമ്യം ചെയ്യരുത്. അവന് നല്ല വാഹനമുണ്ട്, നമുക്ക് വാഹനം ഇല്ല. അവന് നല്ല വീടുകളുണ്ട്, നമുക്കുള്ള വീട് അത്ര സൗകര്യപ്രദമല്ല. അവന് സമ്പത്തുണ്ട്, അവൻ്റെ മാസത്തിൽ വരുമാനമുണ്ട്, നമുക്കതില്ല. അങ്ങനെ താരതമ്യം ചെയ്യരുത്. നിങ്ങൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ നേരത്തെ ഞാൻ പറഞ്ഞ കിടക്കാൻ ഇടമില്ലാത്ത, ആഹാരമില്ലാത്ത, ഉടുക്കാൻ വസ്ത്രമില്ലാത്ത ആളുകളിലേക്ക് നോക്കണം. ഉൻളുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻളുറൂ ഇലാ മൻ ഹുവ ഫൗഖക്കും. നിങ്ങളെക്കാൾ താഴെയുള്ള, നിങ്ങളെപ്പോലെ അനുഗ്രഹം ലഭിക്കാത്ത ആളുകളിലേക്ക് നിങ്ങൾ നോക്കണം.
നിങ്ങളെക്കാൾ ഉന്നതരായ സമ്പത്തുള്ള ആളുകളെ നിങ്ങൾ നോക്കരുത്. അതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ വില കുറച്ച് കാണാതിരിക്കാൻ ഏറ്റവും ഉത്തമമായത്. അതുപോലെ തന്നെ ഖനാഅത്ത് ലഭിക്കാൻ നമുക്കുണ്ടാവേണ്ട മറ്റൊരു സ്വഭാവം എന്താണ്? അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുകയും മറ്റുള്ളവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ അസൂയപ്പെടാതെ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഭൗതിക ലോകം നശിച്ചു പോകുന്നതാണ്, അതിൽ വിഭവങ്ങളെല്ലാം നശിച്ചു പോകുന്നതാണ്. എത്ര സമ്പാദിച്ചു കൂട്ടിയാലും മരിച്ചു പോകുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നാണ്. സമ്പത്ത് കൂടുന്തോറും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്കിടയിൽ വഴക്കും വക്കാണവും ഉണ്ടാവുകയാണ് ചെയ്യുക. വെറും കൈയോടെയാണ് എല്ലാവരും പോകുന്നത്. ലോകം വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു വസിയത്ത്, അന്ത്യോപദേശമുണ്ടായിരുന്നു. എന്താണ്? എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ, എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ 2 കൈകളും പുറത്ത് കാണും വിധമാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. എന്തിനാണത്? ജനങ്ങൾ മനസ്സിലാക്കട്ടെ, ഞാനൊന്നും ഈ ലോകത്തിനൊന്നും കൊണ്ടുപോകുന്നില്ല. എത്ര രാജ്യം വെട്ടിപ്പിടിച്ച എത്ര സമ്പത്തിൻ്റെ ഉടമയായി ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ജനങ്ങൾ അറിയട്ടെ എന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ ശ്രമിച്ചാൽ ഖനാഅത്ത്, സംതൃപ്ത ജീവിതം എന്നുള്ള വിശിഷ്ട ഗുണത്തിൻ്റെ ഉടമകളാകുവാൻ നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഐശ്വര്യം ധന്യത എന്നൊക്കെ പറയുന്നത് അത് മാനസികമാണ്. കിട്ടിയതിൽ സംതൃപ്തി അറിയുന്ന ഒരു മനസ്സിന് ഉടമസ്ഥനായാൽ അവനാണ് ഐശ്വര്യം ഉണ്ടാകുക. അല്ലാതെ കുറേ സമ്പത്ത് ഉണ്ടാകുക, കുറേ കാശുണ്ടാകുക എന്നുള്ളതല്ല ഐശ്വര്യത്തിൻ്റെ ലക്ഷണം എന്നാണ്. മനസ്സിൽ ഉള്ളതിൽ സംതൃപ്തി അടയുന്ന ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. പ്രവാചകൻ പറഞ്ഞു, ലൈസൽ ഗിനാൻ കസറത്തുൽ അർള്, ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടാവലല്ല എന്ത് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ. വലാകിന്നൽ ഗിനൻ നഫ്സ്, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിന് സംതൃപ്തി ഉണ്ടാവുക എന്നുള്ളതാകുന്നു എന്നാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പാലിക്കുക. അതോടൊപ്പം തന്നെ ഈ മതിവരാത്തൊരു മനസ്സുണ്ടല്ലോ, ഈ അത്യാഗ്രഹമുള്ള മനസ്സുണ്ടല്ലോ, അതിൽ നിന്നും അള്ളാഹുവിനോട് എപ്പോഴും രക്ഷ തേടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ളൊരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ വമിൻ ദുആഇൻ ലാ യുസ്മഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ഇൽമിൻ ലാ യൻഫഅ. അള്ളാഹുവിനോട് 4 കാര്യങ്ങളെക്കുറിച്ച് രക്ഷ തേടുവാൻ, ശരണം തേടുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന പ്രാർത്ഥനകളാണ്. ഒന്നാമത്തത് എന്താണ്? ഖൽബിൻ ലാ യഖ്ശ, ഒരിക്കലും വിനയപ്പെടാത്ത, ഒരിക്കലും അള്ളാഹുവിന് താഴ്മ കാണിക്കാത്ത അഹങ്കാരത്തിൻ്റെ മനസ്സ്, അതിൽ നിന്നും അള്ളാഹു എന്നോട് ആഴ്ച തോടുന്നു. വമിൻ ദുആഇൻ ലാ യുസ്മഅ, കേൾക്കപ്പെടാത്ത പ്രാർത്ഥന, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ദുആയിരുന്നിട്ടും അതിന് ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥന, അതിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, ഒരിക്കലും മതി വരാത്ത മനസ്സ്, എന്ത് കിട്ടിയാലും അതിലെല്ലാം അസംതൃപ്തി കണ്ടെത്തുന്ന മനസ്സിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. വമിൻ ഇൽമിൻ ലാ യൻഫഅ, പ്രയോജനപ്പെടാത്ത അറിവ്, ഒരുപാട് അറിവുണ്ട്, പക്ഷേ ആളുകൾക്കത് പറഞ്ഞു കൊടുക്കുന്നില്ല, പ്രയോജനപ്പെടുത്തുന്നില്ല, അതനുസരിച്ച് അവൻ ജീവിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഇൽമിൽ നിന്നും അള്ളാഹു എന്നോട് രക്ഷ ചോദിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ വമിൻ ദുആഇൻ ലാ യുസ്മഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ഇൽമിൻ ലാ യൻഫഅ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ മാതിരി സംതൃപ്തമായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടിയുള്ള റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. അങ്ങനെ സംതൃപ്തനായി ജീവിക്കുന്ന, അഹങ്കാരവും അഹംഭാവവും ഇല്ലാതെ വിനയത്തോടെ ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടിയാന്മാരായി തീരുക. റബ്ബ് തആല അത് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ പടച്ച തമ്പുരാൻ അവൻ്റെ മഹളായ ബർക്കത്ത് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്നും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. റബ്ബ് തആല അവർക്ക് ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين.
اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.